ഗായ്സ്, അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അത് എനിക്ക് മനസ്സിലായി അറിയാം. പക്ഷേ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലുലുവിൽ പോകണതാണ്. വെറുതെ ലുലുവിൽ പോകണമല്ല, ഉമ്മിൻ്റെ വർക്കിൻ്റെ സാധനം വാങ്ങിക്കാൻ പോകണം. പക്ഷേ അതിനിടയിൽ ഒരു സർപ്രൈസ് ഉണ്ട്. അത് ഉമ്മിക്കും എനിക്കും മാത്രമേ അറിയുള്ളൂ. വലിയ സർപ്രൈസ് ഒന്നുമല്ല, ചെറിയ സർപ്രൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസിൽ കാണാം. അപ്പോൾ നമ്മൾ യൂബറിനാണ് പോകുന്നത്. എവിടെ പോകാൻ നിന്നാലും ഇന്നുമോളുടെ വക കുറച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇറങ്ങണ നേരമാകുമ്പോൾ അവൾക്ക് ഷൂസൊന്നും വേണ്ട, അവൾക്ക് സ്കൂളിലിരുന്ന സാൻഡൽസ് മതി എന്ന് പറഞ്ഞാണ് ഉള്ള കരച്ചിലൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ആൾ കുറച്ച് ടയേർഡായിരുന്നു. കാറിൽ കയറിയപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. ഗേൾസ്, അപ്പോൾ ഉമ്മയ്ക്ക് വർക്കിൻ്റെ സാധനം വാങ്ങിക്കണം. പക്ഷെ അതിൻ്റെ കൂടെ ഉമ്മിൻ്റെ കയ്യിലൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് 2000 റുപ്പീസിന് പർച്ചേസ് ചെയ്യാം. അപ്പം നിങ്ങൾ 5 പേർക്കും 400 റുപ്പീസിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാം. ഇഷ്ടമുള്ള സാധനങ്ങൾ, മനസ്സിലായോ? ഓക്കെ. എല്ലാം ഞങ്ങൾ ട്രൈ ചെയ്താണ്. ഇതിനായി ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്യാനും അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും. എപ്പോഴും അവർക്ക് ഇഷ്ടമുള്ള എല്ലാം ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഭയങ്കര ഏറ്റവും വേണ്ടപ്പെട്ട സാധനങ്ങളെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് അവരുടെ ഡേ ആണ്. ഭയങ്കര ഷോപ്പിംഗ് ആണ് നടത്തുന്നത്. ഓടി നടന്ന് എല്ലാം അവർക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു പോയിന്റ്സ് ഒക്കെ റെഡീം ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ പിള്ളേർക്ക് അവരുടെ ഷോപ്പിംഗ് ആയിട്ട് വേണ്ടി ഇങ്ങനെ കൊണ്ടുവന്നേക്കണത്. അപ്പം നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനത്തെ റെഡീം പോയിന്റ്സ് ഉണ്ടെങ്കിൽ. എന്താ നീ പറഞ്ഞത്? നിനക്ക് ക്യാഷ് തയ്ക്കില്ല. ഉമ്മയുടെ വക 100 റുപ്പീസ് കൂടി എക്സ്ട്രാ തരാം. അപ്പോൾ 400 എന്നുള്ളത് 500. ഓക്കെ. അവർ 2-3 ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ 400 റുപ്പീസ് വേഗം തീരണം. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വക ഒരു 100 റുപ്പീസ് കൂടി തരാം. അപ്പോൾ ക്യാഷായിട്ട് നമ്മൾ ഇട്ടാൽ മതിയല്ല എന്ന് ഓർത്ത് അവരോട് 500 റുപ്പീസിന് എല്ലാം വാങ്ങിച്ചോളാൻ പറഞ്ഞു. പിന്നെ നോക്കട്ടെ. അല്ലത് വേറെ അവിടെ ഹണി കേക്കിൻ്റെ സാമ്പിൾസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതെല്ലാവരും വാങ്ങി കഴിച്ച് ഇപ്പോൾ അവിടെ ലൈവ് ജിലേബി ഫ്രൈ ചെയ്യുന്നുണ്ട്. ജിലേബി വാങ്ങിയില്ല, കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പോയപ്പോൾ വാങ്ങിയതുകൊണ്ട് ജിലേബി ഒന്നും വാങ്ങിയില്ലായിരുന്നു. അത് കൊള്ളൂല, അന്ന് നമ്മൾ വാങ്ങിയിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എല്ലാവരും അവരവർക്കുള്ള സാധനങ്ങളൊക്കെ ഒരു 500 റുപ്പീസിന് വാങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് മൊബൈലിലെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ആർക്കും 2 പേർക്ക് 500 റുപ്പീസിനുള്ളത് ഉണ്ടായിരുന്നില്ല. വീണ്ടും പോയി 500 റുപ്പീസ് തികച്ചാക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നൂക്കാണ് ബാലൻസ് മണി ഉണ്ടായിരുന്നത്. ബാലൻസ് മണി ഉണ്ടെന്ന് കണ്ടപ്പോൾ അവർ വീണ്ടും കുറച്ചുകൂടി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇമ്മൂൻ്റെ കഴിഞ്ഞ് ഇന്നൂൻ്റെ കഴിഞ്ഞ് സാൻ്റെയും കഴിഞ്ഞ് പറ്റില്ലെങ്കിൽ സ്ലൈമിന് പകരം വാങ്ങിയത് കാണിച്ച്. സ്ലൈം വേണോ അതിന് പകരം വാങ്ങിച്ചു.
അപ്പോൾ നമ്മുടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ 2000 റുപ്പീസിൻ്റെ ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള കാർഡും ഉണ്ട്. അപ്പോൾ പെട്ടെന്നാണ് ഒരു ട്വിസ്റ്റ് വന്നത്. നമ്മുടെ ഡെബിറ്റ് കാർഡ് കൊടുത്തപ്പോൾ വീണ്ടും അതിൽ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അതിലൊരു 1600 പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ടോട്ടൽ ബില്ല് വന്നിട്ട് 3649 ആയിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾക്കൊരു 1600 കാർഡിൽ നിന്ന് റെഡീം ചെയ്യാൻ പറ്റി. ആകെ ഞാനൊരു 49 രൂപയാണ് ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ട് ലുലു മാളിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊരു ഹാപ്പി മൊമെൻറ്റ് തന്നെയായിരുന്നു. കാരണം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. കാരണം ഇത്രയും രൂപയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് ലുലു മാളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്, നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഞങ്ങൾക്കത് ഫസ്റ്റ് ടൈം ആയിരുന്നു. എന്താ കാര്യം? നമ്മൾ വാങ്ങിയ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കോർട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ആർക്കും സാറ്റിസ്ഫൈഡ് ആയില്ല. കുറച്ചുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ അവർക്ക് ഓഫർ ചെയ്തൊരു 500 റുപ്പീസ് ഉണ്ടായിരുന്നു. ആ 500 റുപ്പീസിന് അവിടെ നിന്ന് നമുക്ക് വാവ് മോമോസിന് വാങ്ങി. അവിടെ നിന്ന് എരിഞ്ഞ് ചത്ത് 3 പേര്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സോസായിരുന്നു. അതൊക്കെ കഴിച്ച് എരിഞ്ഞ് അവശതയായിട്ട് നമ്മൾ യൂബറൊക്കെ വിളിച്ച് നേരെ വീട്ടിലേക്ക് എത്തി. ഇനി അടുത്ത എയിം എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ അവരവർക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ സെപ്പറേറ്റ് ആക്കി എടുക്കുക, അതിന് വേണ്ടി കരയുക. അതൊക്കെ ഇരുന്ന് അടുത്ത എയിം. ഇനി വീട്ടിൽ വരുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മളിന്ന് ലുലുമാളിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു വോച്ചർ കിട്ടിയോണ്ട് ഞങ്ങൾ പോയതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രീം ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കഴിക്കണം മേടിക്കണം എന്നൊക്കെ വിചാരിച്ച കുറേ സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അല്ല, ആദ്യം നിങ്ങൾ മേടിച്ച വീഡിയോ കണ്ടിട്ടോ, എന്നിട്ട് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മേടിച്ച സാധനങ്ങൾ. പൗഡർ ഒന്നും എൻ്റെ വെച്ച് കഴിച്ചതാണ്. ഇത് 1 2 3 4 5 6 7 8. അപ്പോൾ 8 സാധനങ്ങളുണ്ട്. രാത്രി ഒരു 1 2 3 4 5 6 7 8 9. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്തു. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9. 50 പ്ലസ് ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവരൊക്കെ ഫുൾ ബിസിയാണ്, അത് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത്രയേ ഉള്ളൂ. ബൈ.